അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കുറച്ച് നല്ല പച്ച അയില കിട്ടിയിട്ടുണ്ട്. അപ്പം ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചെയ്യണമല്ലോ എന്നങ്ങനെ ആലോചിച്ചപ്പം പണ്ട് കാലത്തൊക്കെ അമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ മീൻ നിറച്ചത്. അത് ഞാൻ വിചാരിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക്, ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആ റെസിപ്പി നമുക്ക് അതേ പഴമയിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് എടുക്കാം നമുക്ക്. അപ്പൊ എങ്ങനെ നമുക്ക് വീഡിയോ കണ്ടാലോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം, 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 3 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇനി ഇതിനകത്തോട്ട് കുറച്ച് പുളി ഇട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തൊരു തുള്ളി വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ചമ്മന്തി അരയ്ക്കുന്ന പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളാ ഇതേ രീതിയിലാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് മാറ്റിയിടാം. ഇപ്പം നമ്മൾ തന്നെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ ആ പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ വരയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല എടുത്തേക്കുമ്പോൾ നമുക്കൊന്ന് പിടിക്കണ്ടേ, അതിന് ഇപ്പം നമ്മൾ 3 എണ്ണമാണ് എടുത്തേക്കുന്നത്. അതെല്ലാം അങ്ങനെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് മേളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരപ്പെല്ലാം ഒന്ന് ഒപ്പിക്കാം. അപ്പോൾ എല്ലാത്തിലും നമുക്ക് അങ്ങ് അരപ്പ് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടാം. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിട്ട് പോക്കറ്റിട്ട് നിറയ്ക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, നല്ല രീതിയിൽ അങ്ങോട്ട് എത്ര കൊള്ളുവോ അത്രയും നമുക്ക് അതിനകത്തിട്ട് കയറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കി കൂടെ നമുക്കൊന്ന് നിറച്ചു. ഇപ്പം നമ്മൾ നല്ല 3 നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ എടുക്കുക. ഇപ്പം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഏകദേശം നമ്മൾ മീഡിയം ഫ്ലെയിമിനകത്ത് ഇട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. മീഡിയം എന്ന് പറയാൻ ലോ ഫ്ലെയിമിലാണ്. അതിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കി എടുത്തില്ലെങ്കിൽ പണി കിട്ടും. അതിലായതുകൊണ്ട് പെട്ടെന്ന് ഇളകി പോകും. ഇതാണ് കമ്പ് ബാക്കി ഇവിടെ തിരിച്ചിടാം. അപ്പോൾ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് 3 മിനിറ്റോളം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.